നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. ഇത് അതിൻ്റെ റെസിപ്റ്റാണ്. അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു, ഞാൻ കള്ളത്തരം പറയുകയാണ്, പല ചാനലിലും വലിച്ചേറി ഒട്ടിച്ചൂടെ ഇങ്ങനെ. നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാൻ സുധിയുടെ വൈഫ്, ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം, നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി. അപ്പം ഞാനും കരുതി, എൻ്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു. അപ്പോൾ ശരി, ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇൻ്റർവ്യൂസുകൾ കൊടുക്കുക, പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ ഇൻ്റർവ്യൂസിൽ കയറി ഇരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ, എനിക്ക് സുധിച്ചേട്ടനിൽ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്, അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇൻ്റർവ്യൂസിൽ പറയുക. അപ്പം എനിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല, ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. ബാക്കി അവർ നോക്കിക്കോളും. ഇനി